MAD ആർട്സ് കേട്ടറ്റ് ഡ്രോയിങ് എക്സാമിന് വരാൻ സാധ്യതയുള്ള 50 ചോദ്യോത്തരങ്ങൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പോയിന്റിലിസമായി ബന്ധപ്പെട്ട ഒരു ചിത്രകാരൻ. ജോർജ് സുര. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രശസ്തമായ സർ JJ സ്കൂൾ ഓഫ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? മുംബൈ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, രാജാ രവിവർമ്മ വരച്ച ഹംസ ദമയന്തി എന്ന ചിത്രം ഏത് ശേഖരത്തിലാണ് ഉള്ളത്? ശ്രീ ചിത്ര ആർട്ട് ഗാലറി, തിരുവനന്തപുരം. നാലാമത്തെ ക്വസ്റ്റ്യൻ, മഹാബലിപുരം ശില്പങ്ങൾ ഏത് കാലത്താണ് നിർമ്മിക്കപ്പെട്ടത്? പല്ലവകാലത്ത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഗോഷ് പെയിന്റിംഗ് എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഒപ്പേക്ക് വാട്ടർ കളർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഷഡംഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കലാസിദ്ധാന്തം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതുമല്ല, സ്ക്രീൻഷോട്ടുകൾ എടുത്ത് വയ്ക്കാതെ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ എഴുതിയെടുത്താൽ അത് നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. അതുകൊണ്ട് എല്ലാവരും അത് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, എല്ലോറ അമ്പലങ്ങളുടെ പ്രത്യേകത എന്താണ്? ഏകശില അമ്പലം അഥവാ ഏകശില ക്ഷേത്രങ്ങൾ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അജന്ത ഗുഹാ ചിത്രങ്ങൾ ഏതു ഗണത്തിൽ പെട്ടവയാണ്? ബുദ്ധബന്ധ ചിത്രങ്ങൾ അഥവാ ബുദ്ധജാതക കഥകൾ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, പത്മിനി എന്ന കേരളീയ ചിത്രകാരിയുടെ അധിക ചിത്രങ്ങളും വരച്ചിരിക്കുന്ന നിറം ഏതാണ്? എണ്ണച്ചായം. പരമ്പരയുടെ പ്രാധാന്യം. തനതു പ്രാദേശിക ശൈലിയിൽ ചിത്രം വരയ്ക്കുന്ന രീതി. പിന്നെ പത്താമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടുപോയി. മഞ്ഞ നിറത്തിന് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത് ഏത് കലയിലാണ്? കളമെഴുത്ത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഭാരത ഗ്രാമീണ സംസ്കാരം ചിത്രത്തിലൂടെ കാണിച്ചവരിൽ പ്രാമുഖ്യ. അമൃത ഷെർഗിൽ. ഞാൻ കേട്ടറ്റിൻ്റെ പരീക്ഷ എഴുതുന്നവർക്കായിട്ടും KGC ഫൈൻ ആർട്സ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്കായിട്ടൊക്കെ വേണ്ടിയിട്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാൻ നോട്ട്സ് റെഡിയാക്കുന്നുണ്ട്. ഓരോ സബ്ജക്റ്റായിട്ട് നോട്ട്സ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇടുമ്പോൾ അത് വരുന്നതായിരിക്കും. 13ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് അത്യാധുനികം? ഇൻസ്റ്റലേഷൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ, വിഖ്യാത ചിത്രം ലാസ്റ്റ് ജഡ്ജ്മെന്റ് വരച്ചതാര്? മൈക്കൽ ആഞ്ചലോ. 15ാമത്തെ ക്വസ്റ്റ്യൻ, രാജാ രവിവർമ്മയുടെ ജനനസ്ഥലം? കിളിമാനൂർ. 16ാമത്തെ ക്വസ്റ്റ്യൻ, എച്ചിങ് സമ്പ്രദായം എന്തിനെയാണ് സഹായിക്കുന്നത്? പ്രിന്റ് മേക്കിംഗ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ബ്ലൂ പീരീഡ് ചിത്രങ്ങൾ ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പാബ്ലോ പിക്കാസോ. 18ാമത്തെ ക്വസ്റ്റ്യൻ, തക്കലയിലെ പത്മനാഭപുരം കൊട്ടാരം പ്രശസ്തമാകുന്നത് പരമ്പരാഗത ചുമർ ചിത്രങ്ങൾക്ക്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഹെൻറി മൂർ ബന്ധപ്പെട്ടിരിക്കുന്ന കല ഏതാണ്? പ്രതിമാ നിർമ്മാണം. 20ാമത്തെ ക്വസ്റ്റ്യൻ, CN കരുണാകരൻ്റെ ചിത്രങ്ങളുടെ സ്വഭാവം? സ്റ്റൈലൈസ്ഡ് ഫിഗറേറ്റീവ് പെയിന്റിംഗ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, MV കൃഷ്ണൻ എന്ന കലാകാരൻ ഏത് ശാഖയിലാണ് പ്രവർത്തിച്ചിരുന്നത്? ശില്പനിർമ്മാണം. 22, ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ ചിത്രീകരണ ശൈലി അറിയപ്പെട്ടത്? അക്കാദമിക് റിയലിസം. 23ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യരൂപ ചിത്രരചനയിൽ ഏർപ്പെടുന്ന ചിത്രകാരൻ ഡാഷ് ശ്രദ്ധിക്കേണ്ടതുണ്ട്? എന്താണ്? അനാറ്റമിയാണ്. അനാറ്റമിയിൽ. 24ാമത്തെ ക്വസ്റ്റ്യൻ, ചോളമണ്ഡലം ചിത്രകാരന്മാരുടെ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഏത് നഗരത്തിന്റെ സമീപത്താണ്? മദ്രാസ്. മണ്ഡല സാങ്കേതിക പദം ഉപയോഗിക്കുന്നത് ഏത് കലയിലാണ്?
താന്ത്രിക കലയിൽ. 26ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പോസ് എന്ന പദം ചേരുന്നത് ഫോട്ടോഗ്രാഫ് നിർമ്മാണത്തിൽ. 27ാമത്തെ ക്വസ്റ്റ്യൻ. ലോസ്റ്റ് വാക്സ് എന്നാൽ ഡാഷ് ചെയ്യുന്നതിനുള്ള മാർഗമാണ്. ബ്രോൺസ് ശില്പങ്ങൾ. ബ്രോൺസ് ശില്പങ്ങൾ ചെയ്യുമ്പോഴാണ് ലോസ്റ്റ് വാക്സ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 28ാമത്തെ. തിരുവനന്തപുരത്ത് ക്ഷേത്രപ്രവേശന വിളംബര ശില്പം നിർമ്മിച്ചത് DP റോയ് ചൗധരി ആണ്. എന്താണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ശൈലി? അതിൻ്റെ ആൻസർ ഹൈ റിലീഫ് ശില്പം. 29ാമത്തെ ക്വസ്റ്റ്യൻ. മാട്രിക്സ് എന്നാൽ എന്ത്? അതിൻ്റെ ആൻസർ ഗ്രാഫിക് പ്രിന്റ് നിർമ്മാണത്തിന് തയ്യാറാക്കുന്നതിനുള്ള പ്രതലം. 30ാമത്തെ ക്വസ്റ്റ്യൻ. കല്ല് കലാനിർമ്മാണത്തിനുള്ള വസ്തുവാണെങ്കിൽ ചേരുന്ന ഉപയോഗ രീതി എൻഗ്രേവിംഗ്. 31ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻഡാഗ്ലിയോ പ്രോസസ് ചെയ്യുമ്പോൾ അതിനായി ഉപയോഗിക്കുന്ന മട്രിക്സ് ഏതാണ്? 32ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ചിത്രതലത്തിൽ ത്രിമാനത്തെ വിശദീകരണത്തിന് സഹായിക്കുന്ന വസ്തുത പെർസ്പെക്റ്റീവ്. 33ാമത്തെ ക്വസ്റ്റ്യൻ. ലോഹത്തകിടിന്റെ ഗുണം നിശ്ചയിക്കാൻ ഉപയോഗിക്കുന്ന തോത് ഗേജ്. 34ാമത്തെ ക്വസ്റ്റ്യൻ. സോംനാഥ് ഹോർ എന്ന ചിത്രകാരൻ ആശയ പ്രതിഫലനത്തിനായി ഉപയോഗിച്ച മാധ്യമം ഗ്രാഫിക് കല. 35ാമത്തെ ക്വസ്റ്റ്യൻ. ലോകത്തിലെ ആദ്യ ലൂവർ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? ഫ്രാൻസ്. 36ാമത്തെ ക്വസ്റ്റ്യൻ. വേൾഡ് ട്രേഡ് സെന്റർ പോർട്സ് ഓഫ് ന്യൂയോർക്കിന് വേണ്ടി 1912 നിർമ്മിച്ചു. ആരാണ് ഇതിൻ്റെ ഡിസൈനർ? മിസോറു യമാസാക്കി. 37ാമത്തെ ക്വസ്റ്റ്യൻ. കയ്യൂർ തൂക്ക് നെ ചിത്രത്തിൽ അവതരിപ്പിച്ച ചിത്രകാരൻ? ചിത്തോ പ്രസാദ്. 38. ആൽഫ്രഡ് സിസിലി ഡാഷ് കലാപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചിത്രകാരനാണ്. ഇംപ്രഷനിസം. 39. അർണോൾഡ് ഫിനിയുടെയും പത്നിയുടെയും ഇരട്ട ഛായാചിത്രം വരച്ച ചിത്രകാരൻ? യാൻ വാൻ ഐക്ക്. 40ാമത്തെ ക്വസ്റ്റ്യൻ. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ടാഗോർമാരെ സന്ദർശിച്ച ജാപ്പനീസ് ചിത്രകാരൻ? യാമ ടൈക്കാൻ. 41. സൺഫ്ലവർ എന്ന ചിത്രം വരച്ചത് ആര്? വിൻസെന്റ് വാൻ ഗോഗ്. 32. ഗോതിക് കല പ്രധാനമായി സൂചകമാക്കുന്ന കലാവിഭാഗം? വാസ്തുശില്പകല. 43. നനഞ്ഞ അവസ്ഥയിൽ ചിത്രം വരയ്ക്കുന്ന ചുവർ ചിത്രരചനാ രീതിയാണ് ഫ്രെസ്കോ പെയിന്റിംഗ്. 44. ചരിത്രാതീത കലാചിത്രങ്ങളുടെ പ്രധാനപ്പെട്ട സ്വഭാവം എന്താണ്? അമൂർത്തമായി. 45. കോൺക്രീറ്റ് ശില്പങ്ങൾക്ക് തുടക്കം കുറിച്ച കലാകാരന്മാർ ഡാഷിൽ നിന്നാണ്? റോമിൽ നിന്ന്. 46. അച്ചടി കലയുടെ കണ്ടുപിടുത്തത്തിനും പുതിയ പരിണാമങ്ങൾക്കും അംഗീകാരം ലഭിച്ച രാജ്യം? ചൈന. 47ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പിക്കാസോ എന്നറിയപ്പെടുന്നത് ആര്? MF ഹുസൈൻ. 48. ദി ലാസ്റ്റ് സപ്പർ ഒരു ഡാഷാണ്? പെയിന്റിംഗ് ആണ്. ആരാണ് പാശ്ചാത്യ ചിത്രകലാ സ്വാധീനം സ്വീകരിച്ച ഇന്ത്യൻ ചിത്രകാരൻ? രാജാ രവിവർമ്മ. 50ാമത്തെ ക്വസ്റ്റ്യൻ. സന്താൾ കുടുംബം എന്ന ശില്പം നിർമ്മിച്ചത് രാം കിങ്കർ ബേജ്. 51ാമത്തെ ക്വസ്റ്റ്യൻ. മുക്കാല പെരുമാളിൻ്റെ ശില്പി ആര്? കാനായി കുഞ്ഞിരാമൻ.
തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി പഠിച്ച് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ശ്രമിക്കണം. ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞ്